നമസ്കാരം. 2025 എന്ന പുതുവർഷത്തിലെ ആദ്യ സൂര്യഗ്രഹണമാണ് ഇന്നേ ദിവസം സംഭവിക്കുന്നത്. ഇന്ന് മാർച്ച് 29 സൂര്യഗ്രഹണത്തിന്റെ സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. മാർച്ച് 29 ഉച്ചയ്ക്ക് 2:20 ആരംഭിച്ച് സന്ധ്യയ്ക്ക്, അതായത് മാർച്ച് 29 സന്ധ്യയ്ക്ക് 6:13 സൂര്യഗ്രഹണം അവസാനിക്കും. ഇന്ത്യയിൽ സൂര്യഗ്രഹണം ഭാഗികം തന്നെയാണ്. ഈ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. സൂര്യഗ്രഹണത്തിന് മുൻപ് പ്രശ്നത്തിൽ കണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാം. ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം പ്രശ്നത്തിൽ കണ്ട ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഗ്രഹണത്തിന് ശേഷം കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. ജീവിതത്തിൽ പലപ്പോഴും പലവിധ ചിന്തകൾ ഇവർക്കുണ്ട്. പല കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നു എങ്കിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കാത്തതായ അവസ്ഥ. പിന്തുണ ലഭിക്കും എന്ന് വിചാരിക്കുന്ന വ്യക്തികളിൽ നിന്നും ലഭിക്കാത്തതായ അവസ്ഥ. പിന്നിൽ നിന്നും കുത്തുന്നതായ അവസ്ഥ, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയം. ഇത്തരത്തിൽ വളരെയധികം മടുപ്പ് അനുഭവിക്കുന്നതായ സമയം. ഇതിൽ നിന്നും മാറ്റങ്ങൾ സൂര്യഗ്രഹണ ശേഷം നിങ്ങൾക്ക് വന്നു ചേരാം. കാരണം പല കാര്യങ്ങളിലും കാര്യവിജയങ്ങൾ വന്നു ചേരാം. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കാം. പല പ്രവൃത്തികളിലും മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. അത്തരത്തിൽ ആഗ്രഹിച്ചു എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും. സാമ്പത്തിക തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എങ്കിലും അനുകൂലമായി ഭവിക്കാം. താൽക്കാലിക ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണും. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ഉയർച്ച. പ്രധാനമായും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുകയോ ബിസിനസ് പരമായ ലാഭമോ പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. പൊതുവിൽ നിങ്ങൾക്ക് ഗ്രഹണശേഷം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും ധനപരമായ ആവശ്യങ്ങൾ നിലനിൽക്കുന്നതായ സമയമാകുന്നു. പ്രതീക്ഷിക്കുന്ന ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങൾക്കും പണം തികയാത്തതായ സാഹചര്യം. കൂടാതെ ചില വിഷമതകൾ ജീവിതത്തിലുണ്ട്. നെഗറ്റീവായ ചിന്തകൾ മനസ്സിൽ വർദ്ധിക്കുന്നതായ സാഹചര്യം. കൂടുതലായും ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം. ഇതിൽ ഒരു പരിധിവരെ മാറ്റം വരുന്ന സമയമാണ് ഗ്രഹണശേഷം സംഭവിക്കുക. പ്രധാനമായും ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കുന്നതായ ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാം. ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നതായ സമയമാകും. കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം. വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം വച്ചടി കയറ്റം നൽകുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. താൽക്കാലികമായി ജോലി ലഭിക്കുക. ബിസിനസ് പരമായി അല്പം നേട്ടങ്ങൾ വന്നു ചേരുക. കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സന്തോഷം നിറയുന്നതായ സമയം തന്നെയാണ്. പല ആഗ്രഹങ്ങളും നടത്തിയെടുക്കുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. ഗ്രഹണശേഷം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ ദോഷകരമായ കാര്യങ്ങളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായ സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ വർദ്ധിക്കുന്നു. അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളെ
തരണം ചെയ്യുവാൻ സാധിക്കാത്തതായ സാഹചര്യം. ധനപരമായ ആവശ്യങ്ങളുണ്ട് എങ്കിലും കാര്യങ്ങൾ നടക്കാത്തതായ അവസ്ഥ. കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ. മനസമാധാനം നഷ്ടപ്പെടുന്നതായ സാഹചര്യങ്ങൾ. ഇതിൽ നിന്നും അല്പം ആശ്വാസം ലഭിക്കുന്നതായ സമയമാണ് ഗ്രഹണശേഷം വന്നു ചേരുക. ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായ സ്ഥിതിയിൽ അല്പം മാറ്റങ്ങൾ വന്നു ചേരാം. ബിസിനസ് പരമോ തൊഴിൽപരമോ ആകാം. വലിയ രീതിയിലുള്ള വളർച്ച നേടിയെടുക്കുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ വന്നു ചേരാം. സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. അനുകൂലമായ ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരും. ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. കഠിനാധ്വാനം ഫലം കാണും. ഭാഗ്യം ഇവരെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുക, ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള ധനം വന്നു ചേരുക, താൽക്കാലികമായ തൊഴിൽ ലഭിക്കുക, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തമായി തന്നെ ചിന്തിച്ച് ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അസ്വാരസ്യങ്ങളുണ്ട് എങ്കിൽ പോലും പല കാര്യങ്ങൾക്കിടയിലും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ ഈ സമയം ഗ്രഹണശേഷം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും താൽക്കാലികമായ ആശ്വാസമാണ് എങ്കിലും വന്നു ചേരാം. കാരണം പ്രവർത്തിക്കാനുള്ള ഊർജവും ആത്മവിശ്വാസവും നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്ന സമയമായി തന്നെ മാറും. പല ആഗ്രഹങ്ങളും നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ജോലിയിൽ ബിസിനസ് പരമായും ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ബിസിനസ്സിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. സാമ്പത്തിക പരാധീനതകളിൽ നിന്നും മോചനം ലഭിക്കാം. സമ്മാനങ്ങൾ ലഭിക്കാം. ഭാഗ്യ പരീക്ഷണങ്ങൾ വിജയം കൊയ്യും. കുടുംബാംഗങ്ങൾക്കിടയിലെ അസ്വാരസ്യങ്ങൾ അത് മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത് അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ തലവര തെളിയുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും. ദുരിതപൂർണമായ അവസ്ഥകൾക്കും മാറ്റങ്ങൾ വന്നു ചേരാം. സൗഭാഗ്യങ്ങൾ പോലും തേടിയെത്താം. സന്തോഷം, സമൃദ്ധി ഈ നാളുകാർക്ക് പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കൂനിന്മേൽ കുരു എന്ന രീതിയിൽ പ്രശ്നങ്ങൾ വന്നു ചേരുന്നതായ സാഹചര്യമുണ്ട്. സാമ്പത്തിക പരാധീനതകളുണ്ട്. ഒപ്പം നിൽക്കുന്നവർ പോലും നിങ്ങൾക്ക് പിന്തുണ നൽകാത്തതായ സാഹചര്യമോ തിരിച്ചടികൾ നേരിടുന്നതായ സാഹചര്യമോ ഉണ്ട്. കൂടാതെ എന്ത് ചെയ്താലും തടസ്സങ്ങളോ അല്ലെങ്കിൽ രക്ഷപ്പെടാത്തതോ ആയ സാഹചര്യം. എന്നാൽ ഗ്രഹണശേഷം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. ഈ സമയം സമൃദ്ധി നിങ്ങളെ തേടിയെത്താം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പോലും ജീവിതത്തിൽ ശരിയായ രീതിയിൽ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി തീരും എങ്കിലും ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മറ്റൊരു വ്യക്തിയുടെ സഹായം പോലും നിങ്ങൾക്ക് തേടേണ്ടതായി വരാം. അല്ലെങ്കിൽ ചിലരുടെ മധ്യസ്ഥതയിലാണ് എങ്കിലും അത് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പ്രധാനപ്പെട്ടതായ ജോലി പൂർത്തീകരിക്കുവാൻ സാധിക്കും. വിജയ സാധ്യത വർദ്ധിക്കും. ലക്ഷ്യം കൈവരിക്കുവാൻ സാധിക്കും. ശത്രുശല്യം ഒരു പരിധിവരെ ഒഴിയുന്നതായ സാഹചര്യം കൂടിയാണ് വന്നു ചേരുക. കൂടാതെ പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കും. സാമ്പത്തിക തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആരോഗ്യ കാര്യങ്ങളിലും ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അധ്വാനിക്കുകയും എന്നാൽ ആ അധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. പലപ്പോഴും ധനത്തിന് ആവശ്യമുണ്ട് എങ്കിലും പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരാത്തതായ സാഹചര്യവുമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കും. ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുന്നതായ സമയമാകുന്നു.
പ്രവൃത്തികളിലൂടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. അല്ലെങ്കിൽ പല മാറ്റങ്ങളും പ്രവൃത്തികളിൽ കൊണ്ടുവരുന്നത് ഫലം കാണും എന്ന കാര്യം ഓർക്കുക. സാമ്പത്തിക തൊഴിൽ മേഖലകൾ അനുകൂലമായി തീരാം. ആരോഗ്യ കാര്യങ്ങളിൽ ഉയർച്ച വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം സ്വാധീനിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, അവർ മൂലം വിജയങ്ങളോ ധനപരമായോ അല്ലെങ്കിൽ മറ്റ് നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. വിദേശ യോഗം പോലും വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. കൂടാതെ പല തടസ്സങ്ങളും അകന്ന് കാര്യവിജയങ്ങൾ നേടുക, സമ്മാനങ്ങൾ ലഭിക്കുക, ആഗ്രഹിക്കുന്നതായ പല വസ്തുക്കളും സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പ്രശ്നവശാൽ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തതായ സാഹചര്യമുണ്ട്. ആശയക്കുഴപ്പങ്ങളുണ്ട്. മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്നതായ സാഹചര്യമോ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാത്തതായ സാഹചര്യമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളാൽ പല ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതായ സാഹചര്യമോ ഉണ്ട്. കൂടാതെ പലരും പിന്തുണ പിൻവലിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാത്തതായ സാഹചര്യമോ ഉണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നു. സാമ്പത്തികമായ പരാധീനതകളുമുണ്ട്. എന്നാൽ ഗ്രഹണശേഷം ഒരു പരിധിവരെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഈ സമയം കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ ഒഴിയുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ വലിയ ഉയർച്ച ഉണ്ടാകുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. സ്വത്തുക്കൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് കൈവശം വന്നു ചേരുകയോ അത്തരം ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. താൽക്കാലിക ജോലി ലഭിക്കുക, ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പൊതുവിൽ ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ അത് ബിസിനസ് പരമാണ് എങ്കിലും നേട്ടങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മറക്കാൻ സാധിക്കാത്തതായ ചില അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പല വിഷമങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും ഭാഗ്യം തുണയ്ക്കാത്തതായ സാഹചര്യം, നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികൾ മുകളിലേക്ക് കയറി പോകുന്നതായ അവസ്ഥ, നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ പോലും ലഭിക്കാത്തതായ സാഹചര്യം, വളരെയധികം വിഷമവും നിരാശയും പല കാര്യങ്ങളിലുമുണ്ട്. പണം ശരിയായ രീതിയിൽ കൈവശം വന്ന് ചേരാത്തതായ അവസ്ഥ, പലവിധ ചിലവുകൾ, ധനം നഷ്ടമാകുന്നതായ സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയം പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. ഭാഗ്യ പരീക്ഷണങ്ങളിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബാംഗങ്ങൾ, മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദുരിതങ്ങൾ അവസാനിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സന്തോഷം, സമൃദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ് പരമായ നേട്ടങ്ങൾ, കടബാധ്യതകൾ പോലും ഒരു പരിധി വരെ തീർക്കുവാൻ സഹായകരമായി തീരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാക്കുക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രവൃത്തികളിൽ വരുത്തുന്നതായ മാറ്റങ്ങൾ അനുകൂലമായി തീരാം. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കും എന്ന് തന്നെ പരാമർശിക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ചതി നേരിടേണ്ടതായ അവസ്ഥയോ അല്ലെങ്കിൽ പിന്തുണ ലഭിക്കാത്തതായ സാഹചര്യമോ ഉണ്ട്. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നു ചേരുന്നതായ സാഹചര്യം. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ശത്രുദോഷം ബാധിച്ചിരിക്കുന്നതായ സമയം. ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട്. ധനം കൈകളിൽ നിൽക്കാത്തതായ സാഹചര്യം.
പലവിധ ചെലവുകൾ വന്നു ചേരുന്നതായ സാഹചര്യം. ഇതിൽ നിന്നും ഒരു പരിധി വരെയെങ്കിലും മോചനം ഗ്രഹണശേഷം നിങ്ങൾക്ക് വന്നു ചേരാം. വലിയ രീതിയിലുള്ള ഉയർച്ച എന്ന് പരാമർശിക്കുന്നില്ല, എന്നാൽ കാര്യങ്ങൾ അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക സ്ഥിതി അനുകൂലമായി തീരാം. ധനപരമായോ അല്ലെങ്കിൽ ലഭിക്കാനുള്ള ധനം ലഭിക്കുകയോ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ബിസിനസ് പരമായി നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ഈ സമയം ഐശ്വര്യം കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. പ്രവൃത്തികളിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ധനപരമായ നേട്ടങ്ങളും സാമ്പത്തികപരമായ ഉയർച്ചയ്ക്കും സഹായകരമായി തീരും. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ഐക്യം വർദ്ധിക്കും. ജോലികൾ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കും. വിജയസാധ്യത ഏത് കാര്യത്തിലും വന്ന് ചേരുന്ന സമയമാണ്. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്.